Hi guys, welcome back to my channel. This is Ashi. So, എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ എങ്ങനെ എൻ്റെ ട്രാൻസിഷനൊക്കെ ഇഷ്ടമായോ? ജസ്റ്റ് ട്രൈങ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം സൂപ്പാണ്. ഞാനൊരു പാനിലേക്ക് വാഷ് ആൻഡ് ചോപ്പ് ചെയ്ത മഷ്റൂംസ് ആഡ് ചെയ്യാണ്. ഞാൻ ഇതിലേക്ക് വാട്ടർ ഓർ ഓയിലൊന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. ഐഡിയൽ വേ ടു കുക്ക് മഷ്റൂം ഇസ് ഇങ്ങനെയാണ്. ദാറ്റ് ഒരു പാനിലിടുക ആൻഡ് അത് ബേൺ ആവില്ല, പേടിക്കണ്ട. അതിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ കംപ്ലീറ്റ്ലി കുക്കായിട്ട് ഫുൾ വെള്ളം കഴിഞ്ഞിട്ട് വേണം നമുക്ക് മഷ്റൂമിനെ വേറെ പ്രോസസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് അത്ര ശാസ്ത്രം പറയുന്നത്. ഞാനത് റീസെൻ്റ്ലി അറിഞ്ഞതാണ്. സോ ഈ വെള്ളം ഞാൻ ആഡ് ചെയ്തതല്ല, ഇതിൽ നിന്ന് സ്വന്തം ആയിട്ട് ഊസ് ഔട്ട് ചെയ്ത വാട്ടറാണ്. ആൻഡ് ഇതിൽ തന്നെ ഇരുന്ന് കുക്കാവണം. ആൻഡ് ബെറ്റർ ടേസ്റ്റിന് ദിസ് ഇസ് എ നൈസ് പ്രോസസ് ടു ട്രൈ. എനിക്കിത് നല്ല ഇഷ്ടമായി ഇങ്ങനെ ചെയ്തിട്ട്. ഇപ്പോൾ കണ്ടോ, വന്ന വെള്ളമെല്ലാം പോയി അതിൽ തന്നെ ഇരുന്ന് മഷ്റൂം കുക്കുമായിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോവാം. ആൻഡ് ബൈ ദ വേ ഇത് എൻ്റെ റെസിപ്പി അല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്കിഷ്ടമായിട്ട് ചെയ്തതാണ്. ഇനി ഞാൻ ഇതിലേക്ക് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഓലിവ് ഓയിൽ കഴിഞ്ഞു. സോ എനിക്ക് കോക്കനട്ട് ഓയിലിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള കാരണം ഞാൻ അതിൽ തന്നെ ട്രൈ ചെയ്തു. ആൻഡ് മസ്റ്റ് സേ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. ഇനി കോക്കനട്ട് ഓയിൽ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇഷ്ടമായൊന്നും വരില്ല, പറയാൻ പറ്റില്ല. ഓക്കെ, ട്രൈ അറ്റ് യുവർ ഓൺ റിസ്ക് അല്ലേ. അപ്പം ഞാൻ ഇതിലേക്ക് ഗാർലിക് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്തു. ആൻഡ് ഐ ആം ഗോണ സോട്ട് ഓൾ ഓഫ് ദീസ് ടുഗെദർ. അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് 2 ഉള്ളി ആഡ് ചെയ്യുന്നുണ്ട്. മഷ്റൂം ഞാൻ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ കിട്ടില്ല അങ്ങനത്തെ 2 പാക്കറ്റ് എടുത്തിട്ട് 2 ഉള്ളി എടുത്തിട്ടുണ്ട്. 3 വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാനിതൊക്കെ ആഡ് ചെയ്ത് സോട്ടേ ചെയ്യാണ്. കോക്കനട്ട് ഓയിലാണ് ഞാൻ സോട്ടേ ചെയ്യുന്നത്. ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഈ ഉള്ളിയൊക്കെ ഒന്ന് തളർന്ന് വരണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ ട്രൈ ചെയ്തു. ആൻഡ് ബ്രൗൺ ആവാൻ നിൽക്കുന്നില്ല. ഞാൻ കുറച്ചിങ്ങനെ സോട്ടേ ചെയ്ത് ഇവരൊക്കെ ഒന്ന് തളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ഗ്രൈൻഡ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ഇറ്റ്സ് ഡൺ. അപ്പോൾ ചൂടുള്ള കാരണം ഇങ്ങനെ ലീവ് ഇറ്റ് ഫോർ 10 minutes. ചൂടോർക്കിനെടുത്ത് അരച്ചിട്ട് അത് നമ്മുടെ മേത്ത് തെറിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അവോയ്ഡ് ആൻ ആക്സിഡൻറ്റ്. ഇനി നിങ്ങൾക്ക് സമയമില്ല, നിങ്ങൾക്ക് അരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു ടവലെടുത്ത് നമ്മളുടെ ജാറിന് മുകളിൽ വെക്കുക, എന്നിട്ട് ഗ്രൈൻഡ് ചെയ്യുക. അപ്പോൾ തെറിക്കുകയാണെങ്കിൽ എന്തെങ്കിലും സ്പ്ലാറ്ററൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ടവലിലും ആവുമല്ലോ. അപ്പം ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് ഞാൻ ആഡ് ചെയ്തു. പിന്നെ ഞാൻ പനീർ ആഡ് ചെയ്യുന്നുണ്ട്, 3 ചെറിയ കഷ്ണം, ഫോർ ദാറ്റ് ക്രീമി ടെക്സ്ചർ. നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ അത് കാരണം. ഇപ്പം ഞാനത് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഞാൻ യൂസ് ചെയ്ത അതേ പാനിലേക്ക് തന്നെ ഞാൻ തിരിച്ച് നമ്മൾ ഗ്രൈൻഡ് ചെയ്തത് ഇടാണ്. ആൻഡ് നിങ്ങൾക്ക് ഇതിലേക്ക് ലൂസ് കൺസിസ്റ്റൻസി വേണമെങ്കിൽ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ തന്നെ വെള്ളം ഒഴിക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെയും ആഡ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് എങ്ങനത്തെ ടെക്സ്ചർ, റണി ഓർ കുറച്ച് തിക്ക്, എങ്ങനെയാണ് സൂപ്പ് ഇഷ്ടം, നിങ്ങൾക്ക് അക്കോർഡിംഗ്ലി വെള്ളം ആഡ് ചെയ്യാം. നത്തിങ് ടു വെറി, ഫ്ലേവർ ഒന്നും നഷ്ടപ്പെടില്ല. ഇനി ഇതിലേക്ക് ഞാൻ പെപ്പർ പൗഡർ, റെഡ് ചില്ലി ഫ്ലേക്സ്, പിന്നെ ഒറിഗാനോ 3 ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഗോണ മിക്സ് ഇറ്റ് അപ്പ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ച കുക്ക്ഡ് മഷ്റൂംസ് ഉണ്ടായിരുന്നു, അതും ആഡ് ചെയ്തു. ഇതൊരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കത് ഇഷ്ടമാണ്. ആൻഡ് ഈ സ്റ്റേജിൽ നിങ്ങൾ സോൾട്ടൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ സോൾട്ട് നോക്കിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻഡിങ്ങിൽ തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കൊറിയാണ്ടർ ലീവ്സ് ഇടാം, മല്ലിയില ഇട്ട്. അപ്പോൾ എൻ്റെ സൂപ്പ് റെഡിയാണ്. പിന്നെ ഈ സൂപ്പ് ഞാൻ എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അവൾക്ക് കുറച്ച് കോൾഡൊക്കെ ആയിട്ട് വയ്യ, അപ്പോൾ അവൾക്ക് എന്തെങ്കിലും സൂപ്പ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്. ആൻഡ് പിന്നെ മിഡ് വീക്ക് ഡേ ആണല്ലോ, അപ്പോൾ പിന്നെ എനിക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കി ഒരു മൂവിയൊക്കെ കാണാനുള്ള മൂഡ് വരും. ജസ്റ്റ് ബൂസ്റ്റ് മീ അപ്പ് ടു ഗോ ത്രൂ ദ വീക്കെൻഡ് വരെ പോകണ്ടേ. അപ്പോൾ മിഡ് വീക്കിൽ ഞാൻ ഇങ്ങനത്തെ പരിപാടി നടത്താറുണ്ട്. ആ വീഡിയോസാണ് ഞാനിവിടെ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സൂപ്പർ റെഡിയാണ്. പ്ലേറ്റ് ചെയ്തു ഞാൻ. ആൻഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ബൗളിലെടുത്തു. നല്ല ചൂടുള്ള പാത്രമായിരുന്നു. തിരിച്ച് അതേമാതിരി വെച്ചു. പിന്നെ ഞാനിന്ന് മേഘമൽഹാറാണ് കാണുന്നത്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ മൂവി. ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. ഐ ലവ് ഇറ്റ് ആൻഡ് റീ വാച്ചിങ്. അപ്പോൾ ശരി, എൻ്റെ കണ്ടന്റ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ.